സർക്കിളിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഫോർ ഈച്ച് ഡയഗോണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ ചെക്ക് വെദർ ദ അതർ ടു കോർണേഴ്സ് ആർ ഇൻസൈഡ് ഓൺ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗോണൽ ആസ് ഡയമീറ്റർ. നോക്കൂ, ഫോർ ഈച്ച് ഡയഗോണൽ ഓഫ് ദ ക്വാഡ്രിലാറ്ററൽ ഷോൺ. നമുക്കിവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ തന്നിട്ടുണ്ട്. അതിൻ്റെ ഓരോ ഡയഗോണലും എങ്ങനെയാണ്? ചെക്ക് വെദർ ദ ടു അതർ കോർണേഴ്സ് ആർ ഇൻസൈഡ് ഓർ ഓൺ ഓർ ഔട്ട്സൈഡ് ദ സർക്കിൾ വിത്ത് ദാറ്റ് ഡയഗോണൽ ആസ് ഡയമീറ്റർ. ഡയഗോണൽ അറിയാം എന്താണ്? ഇങ്ങനെ ആംഗിളുകൾ തമ്മിൽ ക്രോസ് ചെയ്ത് വരയ്ക്കുന്നതിനെയാണ് ഡയഗോണൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ട് ആംഗിളും ക്രോസ് ചെയ്ത് ഡയഗോണൽ വരച്ചതിന് ശേഷം സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഏതൊക്കെ ആംഗിളുകൾ ഇൻസൈഡിലാവും, അതുപോലെ ഔട്ട്സൈഡിലാവും, അല്ലെങ്കിൽ ഓൺ ദ സർക്കിളിലാവും. അതുപോലെ അടുത്ത രണ്ട് ആംഗിൾസാണ് ഇത് രണ്ടും. ഇനി അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഡയഗോണൽ വരച്ചതിന് ശേഷം അതിനെ ഡയാമീറ്ററായി വെച്ചുകൊണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ഏതൊക്കെ ആംഗിൾസ് ഇൻസൈഡിലാകും, ഏതൊക്കെ ആംഗിൾസ് ഔട്ട്സൈഡിലാകും, അതുപോലെ ഏതൊക്കെ ആംഗിൾസ് ഓൺ ദ സർക്കിളിൽ ആകും, അതാണ് ചെക്ക് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, ചെക്ക് ചെയ്യുന്നതിന് മുമ്പ് ദ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് എ ക്വാഡ്രിലാറ്ററൽ, അതായത് നമ്മുടെ ഏതൊരു ക്വാഡ്രിലാറ്ററലിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. നേരത്തെ പഠിച്ചിട്ടുള്ളത് തന്നെയാണ്. ഏതൊരു ക്വാഡ്രിലാറ്ററലിൻ്റെയും സമ്മെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഈ ഫോർത്ത് ആംഗിൾ, ഈ ക്വാഡ്രിലാറ്ററലിൻ്റെ ഫോർത്ത് ആംഗിളിൻ്റെ മെഷർ കൊടുത്തിട്ടില്ല. നോക്കൂ, അപ്പോൾ ഈ ഫോർത്ത് ആംഗിളിൻ്റെ മെഷർ എങ്ങനെ കണ്ടുപിടിക്കാം? ഫോർത്ത് ആംഗിൾ ഈസ് ഈക്വൽ ടു 360 മൈനസ് ഏതൊക്കെ കുറയ്ക്കാം? തന്നിരിക്കുന്ന 3 ആംഗിൾസും അങ്ങ് കൂട്ടി കുറയ്ക്കുക. അതായത് 105, 105 ഡിഗ്രി പ്ലസ് 110 ഡിഗ്രി പ്ലസ് 55 ഡിഗ്രി, അതെല്ലാം കൂടി കൂട്ടിയെടുക്കുമ്പോൾ 270 ഡിഗ്രി. 360 ഡിഗ്രിയിൽ നിന്ന് 270 കുറയ്ക്കുമ്പോൾ 90 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ അത് നമ്മളവിടെ എഴുതും. അതായത് ക്വാഡ്രിലാറ്ററലിൻ്റെ 4 ആംഗിൾസിൻ്റെ മെഷർ തമ്മിൽ കൂട്ടിയെടുക്കുമ്പോൾ എന്ത് കിട്ടണം? 360 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമുക്ക് തന്നിട്ടില്ലാത്ത ആംഗിൾ മെഷർ കണ്ടുപിടിക്കാൻ ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ തന്നിട്ടില്ലാത്ത ആംഗിളിൻ്റെ മെഷർ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അതിൽ രണ്ട് കോർണേഴ്സ് തമ്മിൽ കൂട്ടി വരച്ചുകൊണ്ട്, അതായത് ഡയഗോണൽ വരച്ചുകൊണ്ട് മറ്റ് രണ്ട് ആംഗിൾസും ഇൻസൈഡിലാണോ ഔട്ട്സൈഡിലാണോ എന്ന് ചെക്ക് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ രണ്ട് ആംഗിൾസും സിയും എയും കൂട്ടി വരച്ച് എന്താണ് ഡയഗോണലായിട്ട് വരച്ച് അതിനെ ഡയാമീറ്ററായിട്ട് എടുത്തുകൊണ്ട് ഒരു സർക്കിൾ വരച്ചു. ആ സർക്കിൾ വരച്ച സമയത്ത് ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഇൻസൈഡിലാണ് വന്നത്. നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? ആംഗിൾസ് ഇൻസൈഡിൽ വന്നു കഴിഞ്ഞാൽ, അതായത് ആംഗിൾസ് സർക്കിളിൻ്റെ ഇൻസൈഡിലായി കഴിഞ്ഞാൽ അത് മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? If you draw a circle with the diagonal AC as diameter, the corners B and D will be inside the circle. Okay, so എഴുതിയിട്ടുണ്ട് ആംഗിൾ D and B are greater than 90 degree. അത് ക്ലിയറായെന്ന് കരുതുന്നു. അടുത്ത ഡിയും ബിയും ഡയഗോണലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ സി ഓൺ ദ സർക്കിളിലും ആംഗിൾ എ എന്താണ് ഔട്ട്സൈഡ് ദ സർക്കിളിലും വരുന്നതാണ്. നോക്കൂ എങ്ങനെയാണ്? ഇഫ് യു ഡ്രാ എ സർക്കിൾ വിത്ത് ദ ഡയഗോണൽ എ ഡി ബി ആസ് ഡയമീറ്റർ, ദ കോർണർ എ, കോർണർ എന്ന് പറയുന്നത് ആംഗിൾ തന്നെയാണ്. ആംഗിൾ എ വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ ആൻഡ് കോർണർ സി അല്ലെങ്കിൽ ആംഗിൾ സി വിൽ ബി ഓൺ ദി സർക്കിൾ. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. വളരെ സിമ്പിളാണ്. നോക്കൂ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇഫ് സർക്കിൾസ് ആർ ഡ്രാൺ വിത്ത് ഈച്ച് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ ഓഫ് സൈഡ്സ് 5 സെൻറ്റിമീറ്റർ, 12 സെൻറ്റിമീറ്റർ ആൻഡ് 13 സെൻറ്റിമീറ്റർ ആസ് ഡയമീറ്റേഴ്സ്,
then with respect to each circle where would be the third vertex. അതായത് ആംഗിൾ എങ്ങനെയുള്ള സൈഡുകൾ 5 സെൻറ്റിമീറ്ററും 12 സെൻറ്റിമീറ്ററും 13 സെൻറ്റിമീറ്ററും ഉള്ള ഒരു ട്രയാങ്കിള് വരച്ചിട്ട് അതിൻ്റെ സൈഡിൽ ഓരോ സൈഡ് ബേസ് ചെയ്ത് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ എന്ന് വെച്ചാൽ ഓരോ സൈഡ് ബേസ് ചെയ്ത് സർക്കിൾ വരയ്ക്കുക എന്ന് വെച്ചാൽ ഓരോ സൈഡിനെയും ഡയാമീറ്റേഴ്സ് ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ വേർ വുഡ് ബി ദ തേർഡ് വെർട്ടെക്സ്. അതിലെ തേർഡ് വെർട്ടെക്സിൻ്റെ അവസ്ഥ എങ്ങനെയായിരിക്കും, തേർഡ് വെർട്ടെക്സ് എങ്ങനെയായിരിക്കും വരുന്നത് എന്നാണ് ചോദ്യം. നോക്കൂ, ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന 5 സെൻറ്റിമീറ്റർ, മറ്റേ സൈഡ് 12 സെൻറ്റിമീറ്റർ, മൂന്നാമത്തെ സൈഡ് അതായത് ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറയുന്നത് 13 സെൻറ്റിമീറ്റർ. അതായത് ഇതൊരു റൈറ്റ് ട്രയാങ്കിളാണ്. അത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം റൈറ്റ് ട്രയാങ്കിൾ ആണോ എന്ന് നോക്കാം. നോക്കൂ, 5 സ്ക്വയർ, അതായത് 3ൻ്റെയും സ്ക്വയർ എടുക്കുക. ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ എന്ന രീതിയിൽ വേണം നമുക്ക് കിട്ടാൻ. നോക്കൂ, ഇവിടുത്തെ ആൾട്ടിറ്റ്യൂഡ് 12 ആണ്, അതുപോലെ ബേസ് 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ, ബേസിൻ്റെ സ്ക്വയർ 25, ആൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ 12 സ്ക്വയർ, അതായത് 144. ആ രണ്ടും കൂടെ കൂട്ടി നോക്കൂ, 169 കിട്ടും. 169 എന്ന് പറഞ്ഞാൽ 13ൻ്റെ സ്ക്വയറാണ് 169. അപ്പോൾ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഇത് പ്രിൻസിപ്പിൾ കറക്റ്റായില്ലേ? അതായത് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ട്ന്യൂസ് സ്ക്വയർ. അപ്പോൾ ഇതെന്താണ്? ഇറ്റ് ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ. നോക്കൂ, റൈറ്റ് ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? ആംഗിൾ സി എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ ബിയും <90 ഡിഗ്രി ആയിരിക്കും. കാരണം ഒരു ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസും കൂടി കൂട്ടുമ്പോൾ നമുക്ക് എത്രയേ വരാൻ പാടുള്ളൂ? 180 ഡിഗ്രിയേ വരാൻ പാടുള്ളൂ. അതൊക്കെ നന്നായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ റൈറ്റ് ട്രയാങ്കിൾ ആണെങ്കിൽ ഇത് ആംഗിള് 90 ഡിഗ്രി, ഒരു ആംഗിൾ 90 ഡിഗ്രിയും മറ്റ് 2 90 ഡിഗ്രിക്ക് താഴെയും ആയിരിക്കണം. ഇനി ഓരോ സൈഡും അതായത് ആൾട്ടിറ്റ്യൂഡ് ഡയാമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കണം. അതുപോലെ ബേസ് ഡയാമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കണം. അതുപോലെ ഹൈപ്പോട്ട്ന്യൂസ് അത് ഡയാമീറ്റർ ആക്കിക്കൊണ്ട് സർക്കിൾ വരയ്ക്കണം. നോക്കൂ, ഇഫ് യു ഡ്രാ സർക്കിൾ വിത്ത് 13 സെൻറ്റിമീറ്റർ ആസ് ഡയമീറ്റർ, അതായത് 13 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഹൈപ്പോട്ട്ന്യൂസാണ്. ഡയാമീറ്റർ AB, അതായത് ഹൈപ്പോട്ട്ന്യൂസാണ്. നമ്മുടെ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ട്ന്യൂസിനെ എന്താണ്? ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഞാനൊരു സർക്കിൾ വരച്ചപ്പോൾ തേർഡ് ആംഗിൾ അല്ലെങ്കിൽ തേർഡ് കോർണർ എന്താണ്? ഓൺ ദി സർക്കിളിലാണ്. തേർഡ് കോർണർ ഓൺ ദി സർക്കിളിലാണ്. ഓക്കെ, അടുത്തിനെ ഇഫ് യു ഡ്രാ സർക്കിൾ വിത്ത് 12 സെൻറ്റിമീറ്റർ സൈഡ് ആസ് ഡയമീറ്റർ ദ തേർഡ് ആംഗിൾ വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. ഇനി നമ്മുടെ 12 സെൻറ്റിമീറ്റർ എന്താണ്? ആൾട്ടിറ്റ്യൂഡാണ്. ആൾട്ടിറ്റ്യൂഡിനെ ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ തേർഡ് ആംഗിൾ അല്ലെങ്കിൽ തേർഡ് കോർണർ ഔട്ട്സൈഡ് ദ സർക്കിളിലാണ് വരുന്നത്. അതായത് ആംഗിൾ ബി സർക്കിളിന് ഔട്ട്സൈഡ് വരും. അടുത്ത് ഇഫ് വി ഡ്രോ 5 സെൻറ്റിമീറ്റർ സൈഡ് ആസ് ഡയമീറ്റർ ദ തേർഡ് ആംഗിൾ ഓഫ് ദി ട്രയാങ്കിൾ വിൽ ബി ഔട്ട്സൈഡ് ദ സർക്കിൾ. നോക്കുക, അതായത് ബേസ് എടുത്ത് നമ്മൾ ഡയമീറ്റർ ആയിട്ട് സർക്കിൾ വരയ്ക്കുകയാണെങ്കിലും തേർഡ് ആംഗിൾ അതായത് ആംഗിൾ എ ഇവിടെ വരും? ഔട്ട്സൈഡ് ദ സർക്കിളിൽ വരും. അതായത് ബേസും ആൾട്ടിറ്റ്യൂഡും ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ സർക്കിൾ വരയ്ക്കുകയാണെങ്കിൽ തേർഡ് ആംഗിൾ ഔട്ട്സൈഡിൽ വരുമെന്ന് അർത്ഥം.